നമസ്കാരം. തമിഴ്നടി വിഷ്ണുപ്രിയയുടെ പിതാവ് സൂര്യനാരായണനെ കൊടൈക്കനാലിലെ ബംഗ്ലാവിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ബംഗ്ലാവിലെ സ്വിമ്മിംഗ് പൂളിന് സമീപം മുഖത്ത് ടേപ്പ് പൊട്ടിച്ച നിലയിലായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിന് പിന്നിൽ മുൻവൈരാഗ്യമാണെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. വിനോദസഞ്ചാരികൾക്ക് വാടകയ്ക്ക് നൽകാറുള്ള ഈ ബംഗ്ലാവിൽ കഴിഞ്ഞ 2 ദിവസമായി 5 പേർ താമസിച്ചിരുന്നു. ഇവരാണ് കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആരാണ് അവരൊക്കെയെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതേസമയം വിഷ്ണുപ്രിയയുടെ കാമുകനെ കൊലപ്പെടുത്തിയ കേസിൽ 2018 സൂര്യനാരായണൻ അറസ്റ്റിലായിരുന്നു. ഈ സംഭവത്തോടുള്ള പ്രതികാരമാണോ ഇപ്പോഴത്തെ കൊലപാതകമെന്ന് പോലീസ് ഗൗരവമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ രീതിയിലും പോലീസ് പലരെയും ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും ദിവസം താമസിച്ചിരുന്നത് ആരാണ് എന്നതടക്കം പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അവർ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ പുറത്തേക്ക് പോയത്, എപ്പോഴൊക്കെ തിരിച്ചു വന്നു എന്ന കാര്യങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഫോറൻസിക് സംഘം എത്തി തെളിവ് ശേഖരണം നടത്തിയിട്ടുണ്ട്. അതേസമയം ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ബംഗ്ലാവിലെ ചില മുറികൾ വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനായി നൽകിയിരുന്നു. കഴിഞ്ഞ 2 ദിവസം ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന 5 യുവാക്കളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങളും CCTVയുടെ ഹാർഡ് ഡിസ്കും മോഷണം പോയ നിലയിലാണ്. ബംഗ്ലാവിലെ ജീവനക്കാരനായ അറുമുഖം, മുരളി എന്നിവരെ കയർ ഉപയോഗിച്ച് കെട്ടിയിട്ട ശേഷമായിരുന്നു കൊലപാതകമെന്നാണ് സൂചന. ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. മോഷണം നടക്കുന്നതിനിടയിലാണോ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിലും സംശയമുണ്ട്. മോഷണം നടത്തിയത് ഇദ്ദേഹം കണ്ടുവന്നിട്ടാണോ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്? ഈ ഒരു കാര്യത്തിൽ പോലീസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 2018 വിഷ്ണുപ്രിയയുടെ കാമുകനായ പ്രഭാകരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ സൂര്യനാരായണൻ അറസ്റ്റിലായിരുന്നു. പ്രഭാകരന്റെ കൊലയുടെ പ്രതികാരമാണോ എന്നതടക്കം പരിശോധിക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. 2005 പുറത്തിറങ്ങിയ സൂര്യയുടെ ചിത്രം മായാവിയിൽ അഭിനയിച്ചിട്ടുള്ള വിഷ്ണുപ്രിയ ചെന്നൈയിലാണ് താമസിച്ചു വരുന്നത്. ചെന്നൈ സ്വദേശിയായ അവർ രമേശ് കൃഷ്ണ എന്നയാളെ വിവാഹം കഴിച്ചിരുന്നു. ഇവർക്ക് 2 കുട്ടികളുണ്ട്. ഭർത്താവ് രമേശ് കൃഷ്ണയ്ക്ക് സുഖമില്ലാത്തതിനാൽ ചികിത്സയ്ക്കായി അവർ കുറച്ചുകാലം കൊടൈക്കനാലിൽ താമസിച്ചിരുന്നു. ഈ സമയത്ത് വിഷ്ണുപ്രിയ കാർ ഡ്രൈവറായ പ്രഭാകരനുമായി രഹസ്യബന്ധം ആരംഭിച്ചു. വിഷ്ണുപ്രിയയുടെ പിതാവ് സൂര്യനാരായണൻ ഈ വിവരമറിഞ്ഞ് അവരെ താക്കീത് ചെയ്തെങ്കിലും അവർ പ്രഭാകരനുമായുള്ള ബന്ധം തുടർന്നു എന്ന് പറയുന്നു. ഇതിൽ പ്രകോപിതനായ പിതാവ് വാടക കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ട് കാർ ഡ്രൈവറായ പ്രഭാകരനെ കൊലപ്പെടുത്തിയെന്നും പറയപ്പെടുന്നുണ്ട്. പ്രഭാകരന്റെ മൃതദേഹം ഒരു കുഴിയിൽ തള്ളിയ നിലയിലായിരുന്നു അന്ന് കണ്ടെത്തിയത്. ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലയാളികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം ഈ ഒരു സംഭവത്തിലാണോ ഇത്തരത്തിൽ ഇപ്പോൾ സൂര്യനാരായണനെയും കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോ മോഷണം കണ്ടെത്തുന്നതിനിടെ പിടിക്കപ്പെട്ടപ്പോൾ ഇവർ സൂര്യനാരായണനെ കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിലടക്കം ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാവിലുള്ള മറ്റുള്ളവരെയും ചോദ്യം ചെയ്തു വരികയാണ്.